ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് റിവിഷൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർസിയർ ലെവൽ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓട്ടോ ക്യാഡ്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, CAD CAD എന്ന് പറയുന്നത് ഈസ് ദ അബ്രിവേഷൻ ഫോർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. CAD സിംഗിൾ ഡി ചോദിച്ചാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എഴുതണം. CADD ആണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. കൺഫ്യൂഷൻ വരും. CAD മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ആണോ ഡിസൈൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ CAD എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. ഓട്ടോഡെസ്ക് ഡെവലപ്ഡ് ഓട്ടോ ക്യാഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഓട്ടോഡെസ്ക് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് GUI എന്ന് പറയുന്നത് സ്ക്രീൻ ദാറ്റ് വെൽക്കംസ് യു വെൻ യു ഓപ്പൺ ഓട്ടോ ക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ആ സ്ക്രീനാണ് GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓട്ടോ ക്യാഡ് ഇൻക്ലൂഡ്സ്, അതായത് ആ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. ഒന്നാമത് മെനു ബാർ ഉണ്ട്, പാനലുണ്ട്, ടാബ്സ് ഉണ്ട്, ഗ്രാഫിക് വിൻഡോസ് ഉണ്ട്, സ്റ്റാറ്റസ് ബാർ ഉണ്ട്, UCS ഉണ്ട്, നാവിഗേഷൻ വീലുണ്ട്, കമാൻഡ് വിൻഡോ ഉണ്ട്, ക്വിക്ക് ആക്സസ്. ഇതെല്ലാം ആ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ ഉള്ളതാണ്. ഇതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ആപ്ലിക്കേഷൻ ബട്ടർ, ക്വിക്ക് ആക്സസ്, ടൂൾ ബാർ, ഇൻഫോ ബാർ, ഫയൽ ടാബ്സ്, റിബൺ ഏരിയ, കുറേ ഇതെല്ലാം ഉള്ളതാണ്. UCS, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, കമാൻഡ് ലൈൻ, ഇതെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ളതാണ്. അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇൻ ആൻ ഓട്ടോ ക്യാഡ് എവരി പോയിന്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് XYZ കോർഡിനേറ്റ്. എല്ലാ പോയിന്റും ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് XYZ കോർഡിനേറ്റ് വെച്ചിട്ടാണ്. ഹെൽപ്സ് ടു ലൊക്കേറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ഓട്ടോ ക്യാഡ് വർക്ക് സ്പേസ്. ഓരോ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം. അബ്സല്യൂട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇൻപുട്ട് പോയിന്റ്സ് ആർ സ്പെസിഫൈഡ് യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, അതായത് XY. എല്ലാ പോയിന്റ്സും സ്പെസിഫൈ ചെയ്തേക്കുന്നത് XY കോർഡിനേറ്റ് വെച്ചിട്ടായിരിക്കും. അതാണ് അബ്സല്യൂട്ട് മെത്തേഡ്. റിലേറ്റീവ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ലൊക്കേറ്റിംഗ് ഫസ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ആർ ആഡഡ് റിലേറ്റീവ് ടു ദ ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഒരെണ്ണം നമ്മൾ ലൊക്കേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഫസ്റ്റ് പോയിന്റ് റെഫറൻസ് ചെയ്തിട്ടായിരിക്കും, റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. അടുത്തത് പോളാർ മെത്തേഡാണ്. ആഫ്റ്റർ ലൊക്കേറ്റിംഗ് ഫസ്റ്റ് പോയിന്റ് റിമൈനിങ് പോയിന്റ്സ് ആർ ഡ്രോൺ യൂസിങ് പോളാർ കോർഡിനേറ്റ്. അതായത് ആ പോളാർ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും ആംഗിളും ഇൻക്ലൂഡ് ചെയ്തേക്കും. അതാണ് പോളാർ മെത്തേഡ്. അടുത്തത് ഡിസ്പ്ലേ കൺട്രോൾ ടൂള്. ഡിസ്പ്ലേ കൺട്രോൾ ടൂൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കമാൻഡ്സ് ഉണ്ട്. സൂം കമാൻഡ് നമ്മൾ ഷോർട്ട് കീ യൂസ് ചെയ്യുന്നത് Z+Enter ആണ്. ഇസഡും എൻ്ററും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൂം കമാൻഡ് ഓപ്പൺ ആവുന്നത്. പാൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് P+Enter ആണ്. റീഡ്രോ എന്ന് പറയുന്നത് R+Enter ആണ്. റീജനറേഷൻ എന്ന് പറയുന്നത് R+E+Enter ആണ്. ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്നത് Ctrl+0 ആണ്. അതാണ് ക്ലിയർ സ്ക്രീൻ. അതുപോലെ തന്നെ ഫയൽ മാനേജ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാൻ Ctrl+N പ്രസ് ചെയ്താൽ മതി. ഓപ്പൺ ആണെങ്കിൽ Ctrl+O, സേവ് ആണെങ്കിൽ Ctrl+S, എക്സിറ്റ് അല്ലെങ്കിൽ ക്വിറ്റ് ആണെങ്കിൽ Ctrl+Q, പ്ലോട്ട് ആണെങ്കിൽ പ്ലോട്ടിന് Ctrl+P ആണ്. ഡിഫറെൻറ്റ് ഫംഗ്ഷൻ കീസ് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ കീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റിന് ഷുവർ ആണ്. F1 ഹെൽപ്പ് കമാൻഡാണ്. F1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ആണ്. കാൾസ് ഫോർ ഹെൽപ്പ് സ്ക്രീൻ. F2 എന്ന് പറയുന്നത് ടെക്സ്റ്റ് സ്ക്രീൻ ആണ്. ടോഗിൾസ് ദ ടെക്സ്റ്റ് സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് കാണിച്ചു തരും. F3 എന്ന് പറയുന്നത് OSNAP ആണ്. ടോഗിൾ ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡ് ഓൺ ആക്കുന്നത് F3 ആണ്. F4 എന്ന് പറയുന്നത് 3D ഒബ്ജക്റ്റ് സ്നാപ്പ്. 3D ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ആക്കണമെങ്കിൽ F4 പ്രസ് ചെയ്യണം. F5 എന്ന് പറയുന്നത് ഐസോപ്ലെയിൻ. F6 എന്ന് പറയുന്നത് ഡൈനാമിക് UCS. F7 ഗ്രിഡ് മോഡ്. F8 ഓർത്തോ. F9 സ്നാപ്പ്. F10 പോളാർ. F11 ഓ ട്രാക്ക്, ഒബ്ജക്റ്റ് ട്രാക്ക്. F12 ഡൈനാമിക് മോഡ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഷുവറായിട്ട് ചോദിച്ചിരിക്കും. ഫംഗ്ഷൻ കീസ് ആണ്. Ctrl+Tab ഞെക്കി കഴിഞ്ഞാൽ സ്വിച്ച് ടു നെക്സ്റ്റ് ഓപ്പൺ ഡ്രോയിങ്, അതായത് അടുത്ത ഡ്രോയിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് Ctrl+Tab പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. Ctrl+PG അപ്പ്, സ്വിച്ച് ടു നെക്സ്റ്റ് ടാബ് ഇൻ കറണ്ട് ഡ്രോയിങ്. ഇത്
അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കി പക്ഷേ ഫംഗ്ഷൻ കീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡ്രോയിങ് ടൂൾസ് പരിചയപ്പെടാം. ഡ്രോയിങ് ടൂൾസ് എല്ലാവർക്കും പരിചയമുള്ളതാണെങ്കിലും ഷോർട്ട് കീയും കൺട്രോൾ പോയിൻറ്റ്സും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ലൈൻ ടൂൾ എന്തിനാണ് നമുക്കറിയാം. ടു ക്രിയേറ്റ് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ്. സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കീ എന്ന് പറയുന്നത് L ആണ്. കൺട്രോൾ പോയിൻറ്റ് 2. പോളി ലൈൻ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് 2D പോളി ലൈൻസ്. 2D പോളി ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് പോളി ലൈൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് P ലൈൻ. സർക്കിൾ ഷോർട്ട് കീ എന്ന് പറയുന്നത് C ആണ്. ക്രിയേറ്റ് സർക്കിൾ ആണ്. അതിൻ്റെ കൺട്രോൾ പോയിൻറ്റ്സ് 5 ആണ്. ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ആർക്ക് വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ARC ആണ്. അത് ഓർത്തിരിക്കുക, അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. AR എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷനിൽ കാണാം. സോ അത് തെറ്റാണ്. ARC ആണ് ആർക്കിൻ്റെ ഷോർട്ട് കീ. കൺട്രോൾ പോയിൻറ്റ്സ് 4 ആണ്. റെക്റ്റാങ്കിൾ REC ആണ്. അതിൻ്റെ കൺട്രോൾ പോയിൻറ്റ്സ് 8 ആണ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ. എലിപ്സിൻ്റെ ഷോർട്ട് കീ EL ആണ്. അതിൻ്റെ കൺട്രോൾ പോയിൻറ്റ്സ് 5 ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് സർക്കിൾ വരയ്ക്കാനും ആർക്ക് വരയ്ക്കാനും എലിപ്സ് വരയ്ക്കാനും. സർക്കിൾ വരയ്ക്കാനാണെങ്കിൽ ഒരു സെൻറ്റർ പോയിൻറ്റും റേഡിയസ് ഉണ്ടെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ സെൻറ്ററും ഡയമീറ്റർ ഉണ്ടെങ്കിൽ വരയ്ക്കാം, 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ വരയ്ക്കാം, 3 പോയിൻ്റ് വെച്ച് വരയ്ക്കാം, ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ വരയ്ക്കാം. ഇതൊക്കെയാണ് സർക്കിൾ വരയ്ക്കാനുള്ള മെത്തേഡ്. ആർക്കാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് മെത്തേഡുണ്ട്. സ്റ്റാർട്ട് പോയിൻ്റ്, സെൻറ്റർ, എൻഡ് പോയിൻ്റ്, ഇതൊക്കെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ച് ഓടിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എലിപ്സും അതുപോലെ തന്നെ 3 മെത്തേഡുണ്ട്. സെൻറ്റർ പോയിൻറ്റും 2 എൻഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, ആക്സിസ് എൻഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, എലിപ്റ്റിക്കൽ ആർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എലിപ്സ് വരയ്ക്കാം. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ് സർക്കിൾ വരയ്ക്കാനും ആർക്ക് വരയ്ക്കാനും എലിപ്സ് ഒക്കെ വരയ്ക്കാനും. ഫ്രണ്ട്സ്, നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ മോക്ക് ടെസ്റ്റ് സീരീസ്, ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ഈ റിവിഷൻ സീരീസ്, അതായത് നമ്മൾ ഈ ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ PDF ഫോർമാറ്റ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാലേ, PSC ഡയറക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. കൂടുതലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സോ എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. മുന്നേ നമ്മൾ പരിചയപ്പെട്ടത് ഡ്രോയിങ് ടൂൾസ് ആണ്. ഈ ഡ്രോയിങ് ടൂൾസും മോഡിഫൈയിങ് ടൂൾസും വ്യത്യസ്തമാണ്. ഈ ടൂൾ തന്നിട്ട് ഓപ്ഷനിൽ പല പല ടൂൾ തന്നിട്ട് ഇത് ഏത് ഡ്രോയിങ് ടൂൾ ഏതാ, മോഡിഫൈയിങ് ടൂൾ ഏതാണെന്ന് ചോദിക്കാം. ദിസ് ഈസ് മോഡിഫൈയിങ് ടൂൾ എന്ന് പറഞ്ഞ് ഓപ്ഷനിൽ പല ഡ്രോയിങ് ടൂൾ തന്നിട്ട് മോഡിഫൈയിങ് ടൂൾ അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കറക്റ്റ് അറിഞ്ഞിരിക്കണം ഡ്രോയിങ് ടൂൾ ഏതാണെന്നും മോഡിഫൈയിങ് ടൂൾ ഏതാണെന്നും. മോഡിഫൈയിങ് ടൂളിൽ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് മൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കീ M ആണ്. റൊട്ടേറ്റിൻ്റെ RO ആണ്. റൊട്ടേറ്റ് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്. ട്രിം ചെയ്യാനാണെങ്കിൽ TR ആണ് ഷോർട്ട് കീ. ഒബ്ജക്റ്റ് ഒരു ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ ട്രിം ചെയ്ത് കളയാനാണെങ്കിൽ നമുക്ക് TR കമാൻഡ് യൂസ് ചെയ്യാം. കോപ്പി ആണെങ്കിൽ CO ആണ്. മിറർ ആണെങ്കിൽ MI ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ മിറർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഫില്ലറ്റ് ആണെങ്കിൽ F യൂസ് ചെയ്യും. റൗണ്ട് ആൻഡ് ഫില്ലറ്റ് എഡ്ജസ് ഓഫ് ഒബ്ജക്റ്റ്. റൗണ്ട് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സ്ട്രെച്ച് ചെയ്യാനാണെങ്കിൽ ഷോർട്ട് കീ S ആണ്. സ്കെയില് SC ആണ്. സ്കെയിലും സ്ട്രെച്ചും ഒക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. അറേ ആണെങ്കിൽ AR ആണ്. ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്റ്റ് കോപ്പീസ് ഇൻറ്റു എനി നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, അതിനാണ് അറേ യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് ആണെങ്കിൽ O ആണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ക്രിയേറ്റ് കോൺസെൻട്രിക് സർക്കിൾസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ്, പാരലൽ കർവ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ലെങ്തന് LEN ആണ്. ചേഞ്ചസ് ദ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ലെങ്തൻ കമാൻഡ് യൂസ് ചെയ്യുന്നത്. മോഡിഫൈയിങ് ടൂൾസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഒരുപാട് മോഡിഫൈയിങ് ടൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം മനസ്സിൽ അറിഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ചാംഫറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് CHA ആണ്. ബിവൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചേംഫർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡ് കർവ് BLEND ബ്ലെൻഡ് തന്നെയാണ്. ക്രിയേറ്റ് എ ടാൻജൻറ്റ് ഓർ സ്മൂത്ത് സ്പ്ലൈൻ ബിറ്റ്വീൻ
ദ എൻഡ് പോയിന്റ്സ് ഓഫ് ടു ഓപ്പൺ കർവ്. രണ്ട് ഓപ്പൺ കർവിൻ്റെ എൻഡ് പോയിന്റിൽ സ്മൂത്ത് കർവ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ബ്ലെൻഡ് കർവ് യൂസ് ചെയ്യുന്നത്. ബ്രേക്കിൻ്റെ കമാൻഡ് ഷോർട്ട് കീ എന്ന് പറയുന്നത് BR ആണ്. ജോയിൻ J ആണ്. ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത് ബ്രേക്ക് ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള ആ ലൈൻസ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് മോഡിഫൈങ് ടൂൾ യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് തന്നെയാണ്. എക്സ്റ്റെൻഡ് EX ആണ്. മിറർ ടെക്സ്റ്റ് ക്രിയേറ്റ് മിറർ ഇമേജ് ഓഫ് എ ടെക്സ്റ്റ്. നമ്മൾ എന്തെങ്കിലും എഴുതിയേക്കുവാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് മിറർ ടെക്സ്റ്റ്. ആ എഴുതിയേക്കുന്നതിൻ്റെ മിറർ ക്രിയേറ്റ് ചെയ്യാൻ അത് മിറർ MIRR ടെക്സ്റ്റ് ആണ്. എക്സ്പ്ലോഡ് ആണെങ്കിൽ എക്സ്പ്ലോഡ് തന്നെയാണ് അതിൻ്റെ ഷോർട്ട് കീ. ഊപ്സ് OO ആണ്. എറേസ് തന്നെയാണ്. സൂം Z ആണ്. ഇത്രയുമാണ് മോഡിഫൈങ് ടൂൾസ്. അടുത്തത് ടൈപ്പ് ഓഫ് അറേ കമാൻഡ് ആണ്. നമുക്കറിയാം അറേ ഞാൻ എന്താണെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ പാത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അറേ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് അറേ കമാൻഡ് ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ അറേ ഡിസ്ട്രിബ്യൂട്ട്സ് കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു എനി കോമ്പിനേഷൻ ഓഫ് റോസ് കോളംസ് ആൻഡ് ലെവൽസ്. പല ലെവൽസിലോ റോസിലോ കോമ്പിനേഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് റെക്ടാങ്കുലർ അറേ യൂസ് ചെയ്യുന്നത്. സെയിം ആസ് അറേ റെക്ടാങ്കിൾ കമാൻഡ്. റെക്ടാങ്കുലർ അറേ കമാൻഡ് ആ കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഷോർട്ട് കീ ആണ് പറഞ്ഞത്. അടുത്തത് പാത്ത് അറേ ആണ്. ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എലോങ് എ പാത്ത് ഓർ എ പോർഷൻ ഓഫ് പാത്ത്. ഏതെങ്കിലും ഒരു പാത്തിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാത്ത് അറേ യൂസ് ചെയ്യുന്നത്. സെയിം ആസ് ദ അറേ പാത്ത് കമാൻഡ്. അതാണ് ഷോർട്ട് കീ. അടുത്തത് പോളാർ അറേ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലർ പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്യാനാണ് പോളാർ അറേ യൂസ് ചെയ്യുന്നത്. അറൗണ്ട് എ സെൻറ്റർ പോയിന്റ് ഓർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അറേ പോളാർ ആണ് അതിൻ്റെ ഷോർട്ട് കീ. അടുത്തത് ഇൻക്വയറി ടൂൾസ് ആണ്. ഇത് അത്ര ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഡിസ്റ്റൻസ് ടൂളിൻ്റെ ഐക്കണാണ് കൊടുത്തേക്കുന്നത്. ഷോർട്ട് കീ എന്ന് പറയുന്നത് DI ആണ്. മെഷർ ദ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 പോയിന്റ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും ആംഗിൾ മെഷർ ചെയ്യാനും ഒക്കെയാണ് ഡിസ്റ്റൻസ് ടൂൾ യൂസ് ചെയ്യുന്നത്. റേഡിയസ് ആണെങ്കിൽ മെഷർ GEOM. അതാണ് മെഷർ ജോം. അതാണ് അതിൻ്റെ ഷോർട്ട് കീ. മെഷർ റേഡിയസ് ഓഫ് ആൻ ആർക്ക് ഓർ സർക്കിള്. ആംഗിൾ ആണെങ്കിലും മെഷർ ജോം ആണ്. ആംഗിൾ മെഷർ ചെയ്യാൻ. ഏരിയ ആണെങ്കിൽ AA ആണ്. വോളിയം ആണെങ്കിൽ മെഷർ ജോം ആണ്. റേഡിയസ്, ആംഗിൾ, വോളിയം ഇതെല്ലാം മെഷർ ജോം ആണ്. ജോമെട്രിക് അതിൻ്റെ ജോം ആണ്. ഷോർട്ട് കീ കാൽക്കുലേറ്റ് വോളിയം ഓഫ് ഒബ്ജക്റ്റ് ആണ് വോളിയം. മാസ് പ്രോപ്പർട്ടീസിന് ഐക്കൺ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. മാസ് പ്രോപ്പ് എന്നാണ് അതിൻ്റെ ഷോർട്ട് കീ. കാൽക്കുലേറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ മാസ് പ്രോപ്പർട്ടീസ് ഓഫ് റീജിയൻസ് ഓർ സോളിഡ്സ്. സോളിഡ്സിൻ്റെയൊക്കെ മാസ് പ്രോപ്പർട്ടി ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ഷോർട്ട് കീ എന്ന് പറയുന്നത് LI ആണ്. ഡിസ്പ്ലേസ് ഡേറ്റാബേസ് ഇൻഫർമേഷൻ ഫോർ സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ID എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി. അതിൻ്റെ ID അത് തന്നെയാണ് ഷോർട്ട് കീ. ID പോയിന്റ്സ് ഡിസ്പ്ലേസ് ദ കോർഡിനേറ്റ് വാല്യൂസ് ഓഫ് എ ലൊക്കേഷൻ. ഒരു ലൊക്കേഷൻ്റെ കോർഡിനേറ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ID ടൂൾ യൂസ് ചെയ്യുന്നത്. ഓട്ടോക്യാഡ് ഫയൽ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റൻഷൻ ഫയൽ ഇത് പ്രീവിയസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഓട്ടോക്യാഡ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .dwg ആണ്. ഓട്ടോക്യാഡ് നമുക്ക് പല ഫോർമാറ്റ് കുത്താൻ തോന്നും, പക്ഷേ .dwg ആണ് ഡ്രോയിങ്. DWG ആണ് ഓട്ടോക്യാഡിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഷൻ ഫോർമാറ്റ്. .bak എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് ഫയൽ ദാറ്റ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ഈച്ച് ടൈം യു ക്യാൻ സേവ് യുവർ ഡ്രോയിങ് ഫയൽ. അതാണ് ബാക്കപ്പ് ഫയലിൻ്റെയാണ് .bsc. .dwt എന്ന് പറയുന്നത് ഓട്ടോക്യാഡ് ടെംപ്ലേറ്റ് ഫയലാണ് .dwt. .dwf എന്ന് പറയുന്നത് ഡ്രോയിങ് വെബ് ഫോർമാറ്റ് ഫോർ ഷെയറിംഗ് എയ്തർ ഫയൽ ഓൺലൈൻ ഓർ ത്രൂ എ DWF വ്യൂവർ. അതാണ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. DWGയും DWTയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. .svs എന്ന് പറയുന്നത് ഓട്ടോ സേവ് ഫയൽസ് ആണ്. .dxf എന്ന് പറയുന്നത് ഡ്രോയിങ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പോർട്ട് ഫയൽ ഫോർ യൂസ് ഇൻ അതർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. .pdf നമുക്കറിയാം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണ്. ഈസ് യൂസ്ഡ് ഇൻ അഡോബ് അക്രോബാറ്റ് ഫയൽ ആൻഡ് ക്യാൻ ബി ഈസിലി വ്യൂഡ്. അതാണ് PDF ഫോർമാറ്റിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ആണ് .pdf. അടുത്തത് വർക്ക് സ്പേസസ് ഇൻ ഓട്ടോക്യാഡ് ആണ്.
ലേറ്റസ്റ്റ് ഓട്ടോക്യാഡ് വെർഷൻ അനുസരിച്ച് 4 വർക്ക് സ്പേസ് ആണ് ഉള്ളത്. എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി വർക്ക് സ്പേസിന് ഓട്ടോക്യാഡ് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് കീ അനുസരിച്ച് 3 ആണ് പ്രീവിയസ് PSCയുടെ ആൻസർ കീ. എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഓട്ടോക്യാഡിൽ 4 എണ്ണമാണ്. പ്ലാനിങ് ആൻഡ് അനാലിസിസ് വർക്ക് സ്പേസ് ഉണ്ട്, മെയിൻ്റനൻസ് വർക്ക് സ്പേസ് ആൻഡ് 2D ഡ്രാഫ്റ്റിംഗ് വർക്ക് സ്പേസ്, മാപ്പ് ക്ലാസിക് വർക്ക് സ്പേസ്. ഇത്രയും വർക്ക് സ്പേസ് ആണ് ലേറ്റസ്റ്റ് ഓട്ടോക്യാഡ് വെർഷൻ അനുസരിച്ച്. ഓക്കെ, അടുത്തത് യൂണിറ്റ്സ് ഇൻ ഓട്ടോക്യാഡ് ആണ്. ആർക്കിടെക്ചറൽ യൂണിറ്റ് ഉണ്ട്, ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷണൽ, സയൻറ്റിഫിക്. 5 യൂണിറ്റ്സ് ആണ് ഓട്ടോക്യാഡിലുള്ളത്. ആർക്കിടെക്ചറൽ, ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷണൽ, സയൻറ്റിഫിക്. ഡിഫറൻറ്റ് പ്ലോട്ട് ഏരിയ ഓപ്ഷൻസ് നോക്കാം. ലേഔട്ട് ആണ് ഫസ്റ്റ്. പ്രിൻസ് ഓൾ ഒബ്ജക്ട്സ് വിത്തിൻ പ്രിൻ്റബിൾ ഏരിയ ഓഫ് പേപ്പർ. ഒരു പ്രിൻ്റബിൾ ഏരിയയിലുള്ള എല്ലാ ഒബ്ജക്ട്സിൻ്റെയും പ്രിൻ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നത് ലേഔട്ട് ഓപ്ഷനാണ്. ദിസ് ഓപ്ഷൻ ഈസ് ഓൺലി അവൈലബിൾ ഫ്രം ലേഔട്ട് ടാബ്. ലേഔട്ട് ടാബിലേ അവൈലബിൾ ആവട്ടുള്ളൂ. അടുത്തത് ലിമിറ്റ്സ് ആണ്. പ്രിൻസ് ഓർ പ്ലോട്ട്സ് ദ കറണ്ട് ഗ്രിഡ് ലിമിറ്റ്. ആ ഗ്രിഡ് ലിമിറ്റിലുള്ള പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാനാണ്. അടുത്തത് ദിസ് ഓപ്ഷൻ ഈസ് ഓൺലി അവൈലബിൾ ഫ്രം മോഡൽ ടാബ്. മോഡൽ ടാബിലായിരിക്കും ഈ ലിമിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻഡ് ആണ്. പ്ലോട്ട്സ് ആൾ ഒബ്ജക്ട്സ് ഇൻ ഡ്രോയിങ്. എക്സ്റ്റെൻഡ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് പ്ലോട്ട്സ് ആൾ ഒബ്ജക്ട്സ് ഡിസ്പ്ലേഡ് ഇൻ ഡ്രോയിങ് ഏരിയ. ഡ്രോയിങ് ഏരിയയിലുള്ള എല്ലാ ഒബ്ജക്റ്റും പ്ലോട്ട് ചെയ്യാൻ ആണ് ഡിസ്പ്ലേ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. വ്യൂ എന്ന് പറയുന്നത് പ്രിൻസ് ഓർ പ്ലോട്ട് എ സേവ്ഡ് വ്യൂ. സേവ് ആയിട്ടുള്ള പ്രിന്റ് അല്ലെങ്കിൽ പ്ലോട്ട് വ്യൂ ചെയ്യാൻ. സെലക്ട് എ നെയിംഡ് വ്യൂ ഫ്രം ദ ലിസ്റ്റ് പ്രൊവൈഡ്. ഓക്കെ, അടുത്തത് വിൻഡോ ഓപ്ഷനാണ്. പ്ലോട്ട്സ് ഒബ്ജക്റ്റ് ഇൻ ദ ഏരിയ യു ഡിഫൈൻ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏരിയയിലെ ഒബ്ജക്റ്റ് പ്ലോട്ട് ചെയ്യാൻ. സെലക്ട് ദ വിൻഡോ ഓപ്ഷൻ ആൻഡ് ദെൻ റെസ്പോണ്ട് ടു ദ പ്രോംപ്റ്റ് ടു ഡിഫൈൻ ദ ഏരിയ. ഏരിയ ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ക്ലിക്ക് ദ വിൻഡോ ബട്ടൺ ടു എഡിറ്റ് ദ ഡിഫൈൻഡ് ഏരിയ. വിൻഡോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ഏരിയ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പ്ലോട്ട് ഏരിയ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ലേഔട്ട്, ലിമിറ്റ്സ്, എക്സ്റ്റൻസ്, ഡിസ്പ്ലേ, വ്യൂ ആൻഡ് വിൻഡോ. ലാസ്റ്റ് വൺ ഓട്ടോക്യാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്ങിലാണ് നമുക്ക് ഒബ്ജക്റ്റ് സ്നാപ്പ് കാണാൻ സാധിക്കുക. നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളോ സർക്കിളോ അതിൻ്റെയൊക്കെ എൻഡ് പോയിന്റ്സും മിഡ് പോയിന്റ്സും ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഇതിൻ്റെ ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F3 ആണ്. ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള ഫംഗ്ഷൻ കമാൻഡ് F3 ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഫംഗ്ഷൻ കീയും പിന്നെ ഷോർട്ട് കീയും ഒക്കെയാണ് ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. സോ ഓട്ടോക്യാഡ് ഇത്രയും കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഏറെക്കുറെ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.